എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിതാ മോള് രാവിലെ തന്നെ നല്ല കരച്ചിലോട് കൂടിയാണ് കേട്ടോ ഓണാഘോഷത്തിന് പോയിട്ടുണ്ടായിരുന്നത്. മോൾക്കും ഇന്ന് ഓണം സെലിബ്രേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവളെ ഞാൻ ക്ലാസ്സിന് കൊണ്ടുവിട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് പൂക്കള മത്സരമാണ്. ആൾക്കാരൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ, ചിലരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിതാ പൂവ് ഉതിർത്തിടാനായിട്ട് പോവാണ് കേട്ടോ. പൂക്കളൊക്കെ ഇന്നലെ തന്നെ കളങ്ങളൊക്കെ വരച്ചിട്ടാണ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങളിതാ വീഡിയോസിന് വേണ്ടിയിട്ടൊന്ന് പോസ് ചെയ്താണ് കേട്ടോ. പൂക്കളം തലേദിവസം വരച്ചത് കൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഇനി പൂവ് ഇടാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും പൂവൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ് കേട്ടോ. പൂക്കള മത്സരത്തിൻ്റെ റിസൾട്ട് നാളെ അറിയിക്കത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് നാളെ മറ്റുള്ള പ്രോഗ്രാമൊക്കെ നാളെയാണ്. തലേദിവസം എല്ലാവരും കൂടി സാരി ഉടുത്തിട്ടൊക്കെ വരാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ചുരിദാറിലേക്ക് തന്നെ മാറി. അങ്ങനെ ഇതാ പൂക്കൾ ഒരുക്കേണ്ട തിരക്കിലാണ് ഇപ്പോൾ എല്ലാവരും. ഇതിലെനിക്ക് വലിയ കഴിവില്ല, അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല കേട്ടോ. ഞാൻ പൂവ് ഉതിർത്തിട്ട് അവരെ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സിഞ്ചു ഇന്ന് സാരി ഉടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പറഞ്ഞ വാക്ക് പാലിച്ചത് സിഞ്ചു മാത്രമാണ് കേട്ടോ. ബാക്കി എല്ലാവരും ചുരിദാറിലാണ് വന്നിട്ടുള്ളത്. ഓണത്തിൻ്റെ ആ ഒരു ഫീല് കിട്ടാനായിട്ട് സ്പീക്കറിൽ ഇതാ ഓണത്തിൻ്റെ പാട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി മാല കെട്ടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പൂമാല കെട്ടൽ സരിതേച്ചി അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇത് പഠിച്ചെടുക്കാനായിട്ട് നോക്കിയെങ്കിലും എനിക്ക് നടന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പകുതി കിട്ടി ഇങ്ങോട്ടേക്ക് പോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ വേണം നിങ്ങൾ കെട്ടിപ്പടിക്കാൻ. ഇങ്ങനെയല്ലടാ കണ്ടാ. കുറച്ച് പാട് വിട്ടിട്ടാണെങ്കിലും യാതൊരുവിധ ഷേപ്പില്ലെങ്കിലും ഞാനത് ഇതുപോലെ ഒന്ന് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സരിതേച്ചി ഇത് അടിപൊളിയായിട്ട് കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടി ഒത്തൊരു ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല ഒച്ചപ്പാടുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, നല്ല രീതിക്ക് സൗണ്ട് ഉണ്ട്. ജീവിതത്തിൽ ഓർത്ത് വെക്കാനുള്ള കുറച്ച് നല്ല നിമിഷങ്ങൾ കേട്ടോ. അപ്പം ഞാനിതാ സിഞ്ചും കൂടി ഫോട്ടോ എടുക്കാനായിട്ട് പോയതാണ്. അപ്പം ഞാൻ കരുതിയൊരു വീഡിയോസ് കൂടി എടുക്കാമെന്ന്. അപ്പം ഞങ്ങൾ നാളത്തെ ഓരോ പ്രോഗ്രാമിനെ പറ്റി പറയുകയാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൈകൊട്ടിക്കളി ഉണ്ട് നാളെ. എന്താകുന്നു ദൈവത്തിന് അറിയാം കേട്ടോ. കൊളാക്കി വെക്കുമോ ഒന്നും അറിയില്ല, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഉച്ചവരെ ആയതുകൊണ്ട് മോളെ കൂട്ടാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേര് എൻ്റെ ഒന്നിച്ച് അവർ വന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി മോളെ കൂട്ടാനായിട്ട് പോയി. അങ്ങനെ നമ്മളിതാ സ്കൂളിലെത്തിയിട്ടുണ്ട്. സ്കൂളിലെത്തിയിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. 12 മണിയായപ്പോഴാണ് മോളെ വിട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓട്ടോന് വന്നതുകൊണ്ട് തന്നെ 11:50 ആകുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും വന്നു തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. രാവിലത്തെ തിരക്കിന് കുടയെടുക്കാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല രീതിക്ക് വെയിലും ഉണ്ടായിരുന്നു. ഇന്നത്തെ വെയിൽ മൊത്തം നമ്മൾ സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സുന്ദരിപ്പാറുവിനെയും കൂട്ടിയിട്ട് ഇനി നേരെ ക്ലാസ്സിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് ഓട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓട്ടോന് പോകും, ഇല്ലെങ്കിൽ നടത്തം തന്നെ കേട്ടോ. കറക്റ്റ് സമയത്ത് പുറത്തൊരു ഓട്ടോ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഇതാ ക്ലാസ്സിൻ്റെ അടുത്തേക്ക് പോവാണ്. ഞങ്ങൾ എത്തുമ്പോഴേക്കും പൂക്കളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള പരിപാടികളും നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. നമ്മളെ വീഡിയോസ് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് വഴി എന്നെ അറിയിക്കാനും വിട്ടുപോകല്ലേ. അങ്ങനത്തെ എല്ലാവരും ഡെക്കറേറ്റ് ചെയ്യേണ്ട പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ.
വിശപ്പ് അങ്ങേയറ്റമായപ്പോൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് പോകാൻ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ ടൗണിലുള്ള ഹോട്ടലിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസം കൂടിയാണ് കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുള്ളത്. മോള് കാരണമാണ് എനിക്കിതുപോലെ നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇത് എല്ലാവരും കൂടി ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തത് എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ബിരിയാണി ആയതുകൊണ്ട് ആൻലിക്കുട്ടി സന്തോഷത്തോടു കൂടി വയറ് നിറയെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. വയറ് നിറയെ ഫുഡ് കഴിച്ചതിന് ശേഷം അവൾക്ക് ചെറിയ രീതിയിലുള്ള ഉറക്കമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സാധനം വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് ടൗണിൽ അടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ അവളിത് നല്ല ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവൾ കണ്ണാടിയിലൊക്കെ നോക്കി ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം വന്നപ്പോൾ എല്ലാവരുമായിട്ട് അവൾക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ സംസാരിക്കാനൊക്കെ. ഇപ്പം നല്ല രീതിക്ക് പരിചയമായി. അങ്ങനെ ഞങ്ങളുടെ പൂക്കളത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ മിസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. കമൻസ് വഴി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും വിട്ടുപോവല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ, സീ യു.